ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള GD കാർ മ്യൂസിയത്തിലാണ് കേട്ടോ. വണ്ടി ഇഷ്ടമുള്ളവര്, വണ്ടിയെ സ്നേഹിക്കുന്നവര് എന്തായാലും ഈ ഒരു സ്പോട്ടിൽ വരും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. Is allowed, should not touch anything and don't cross the chains in front of the car. Two more car section also upstairs. The last and stairs are the exit also upstairs. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിലെ GD കാർ മ്യൂസിയത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാമെന്ന്. കാരണം ഒത്തിരി പഴയ ഓൾഡ് കാർസിൻ്റെ കളക്ഷനാണ് ഇവിടെ. കാരണം നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ കാറിൻ്റെ വെറൈറ്റി വേരിയൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു. എനിക്ക് വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും കൂടിയിട്ട് പറയണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വണ്ടിയാണ് ബെൻസ് അല്ലേ. ബെൻസ് എന്ന് പറയുന്നത് ഒരാളുടെ പേരിൽ നിന്നാണ് അത് ഒറിജിൻ ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് എല്ലാവർക്കും ഒരുവിധ ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും. അവരുടെ വൈഫാണ് കേട്ടോ ബെൻസിന്റെ ആദ്യത്തെ വാഹനം ഓടിച്ച് റോഡിലൂടെ പോകുന്നത്. ആ ഒരു സ്റ്റാച്യു പോലെ ഒരു ഇതാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മളുടെ തുടക്കം കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു വണ്ടിയുടെ ഒരു ചാകര തന്നെയാണ് ഫോർഡ്, ഓഡി, അങ്ങനെ ഒരുപാട് വണ്ടിയുടെ എന്താ പറയാ, ആ പഴയ മോഡൽ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് കാണാൻ നല്ല എടുപ്പമുള്ള കുറേ വണ്ടികളുണ്ട് അല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ കളക്ഷനാണ് നമ്മളിന്ന് കാണുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വണ്ടിയാണ് ഇത്? നമ്മുടെ സിട്രോൺ ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ആണ്. ഞങ്ങളുടെ അടുത്തുള്ളതും സിട്രോൺ C3 ആണ്. ഇത് സിട്രോൺ 2CV ആണ്. 1948 അതിൻ്റെ ഒറിജിൻ വരുന്നത്. അപ്പൊ അത് ഇറങ്ങിയ സമയത്തുള്ള കാലഘട്ടത്തിലുള്ള വണ്ടിയുടെ ആ ക്യൂട്ട്നെസ് ഒന്ന് നോക്കൂ, എന്തൊരു ഭംഗിയാ. ഇത് മറ്റൊരു സിട്രോൺ ആണ് കേട്ടോ. സിട്രോണിന്റെ അടുത്ത വേരിയന്റ്. സിട്രോണിനോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതാണ് കേട്ടോ. സിട്രോൺ ഭയങ്കര ഇഷ്ടമാണ്. സിട്രോൺ ഡെയിൻ ആണ്. 1967 അതിന്റെ ഒറിജിൻ വരുന്നത്.
2000 ഇറങ്ങിയ BMW 124cc വരുന്ന എൻക്ലോസ്ഡ് സ്കൂട്ടറാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്യൂട്ടായിരിക്കണം അല്ലേ? 1976 ഇറങ്ങിയ മെഴ്സിഡസ് ബെൻസിന്റെ ഒരു വേരിയന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അടുത്തത് Audi A8 1966. നമ്മൾ ഈ വീഡിയോ ഞാൻ വളരെ പെട്ടെന്ന് എടുത്തു പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 15 മിനിറ്റ് എന്നിട്ടും അത് വരുന്നുണ്ട്. പക്ഷെ വണ്ടി ഇഷ്ടമുള്ളവർ കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഈ ഒരു വണ്ടീൻ്റെ പല മോഡൽസും പല വേരിയൻറ്റും നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ ഇത് കാണാൻ ഒരു അപൂർവ കാഴ്ച തന്നെയാണല്ലോ. ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് വണ്ടിയുടെ പേര് ഞാൻ അവിടെ കണ്ടുട്ടാ. അതൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാത്തത്. ഇതുവരെ നമ്മൾ കണ്ടത് വിദേശ നിർമ്മിത കാർസ് ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത് നമ്മളുടെ ഇന്ത്യൻ നിർമ്മിത കാർസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. മാരുതി, അങ്ങനെ അംബാസിഡർ, അങ്ങനെ കുറേ കളക്ഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അംബാസിഡറിന്റെ പല മോഡൽസും നമുക്കിപ്പോൾ കാണാൻ കഴിയും കേട്ടോ. ഒരു 80s 90s രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അംബാസിഡർ തന്നെയാണ് അല്ലേ? അംബാസിഡർ കാറിൽ വരുമ്പോൾ ഉള്ള ഒരു പവർ അന്ന് വേറെ തന്നെയാണ്. ഇട്ടിരിക്കുന്ന വീഡിയോ വണ്ടി ഭ്രാന്തന്മാർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓരോ വണ്ടീൻ്റെ ഓരോ മോഡൽസിനെയും ഒക്കെ നല്ല ഭ്രമം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇത് നമ്മുടെ പഴയ കാരവാനാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നോ എൻട്രി ആണ്. പക്ഷേ എന്നാലും അതിൻ്റെ അകത്തുള്ള കുറച്ച് വിഷയങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
പണ്ടത്തെ കാരവൻ ആദ്യം ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലേ? ആ ഫ്ലോറിൽ തന്നെ വേറൊരു സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു കാർസിന്റെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് കാർസ് ആണ്, സ്പോർട്സിന്റെ കാർസും എല്ലാം ഇതിൽ ഉൾപ്പെടും കേട്ടോ. അതിൽ ഒരുപാട് നമ്മള് കുട്ടികളുടെ ടോയ്സ് ആണെന്ന് തോന്നിപ്പോകുന്ന പലതരത്തിലുള്ള കാർസ് നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം റിമോട്ട് കൺട്രോളിലൊക്കെ നമ്മൾ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനത്തെ കുറേ കാർസ് ഒക്കെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. കാരണം അതൊക്കെ സ്പോർട്സിനും അതേപോലെ പെർഫോമൻസ് കാർസ് ആണ്. പെർഫോമൻസ് പല രീതിയിലുള്ള പെർഫോമൻസിനൊക്കെ യൂസ് ചെയ്യുന്ന കാർസ് ആണിത്.
കാറിന് പല പാർട്സുകളായി ഹാങ് ചെയ്ത് നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വണ്ടി ഭ്രാന്തന്മാർ പ്രത്യേകിച്ച്. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.